ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ രസഗുല്ല വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി ഈ ദീപാവലിക്ക് നമുക്ക് വീട്ടിൽ തന്നെ രസഗുല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസഗുല്ല ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം 2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫാറ്റി ആയിട്ടുള്ള പാലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആ പാല് തിളച്ച് വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ സിന്തറ്റിക് വിനീഗർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ രസഗുല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് വീട്ടിലില്ലെങ്കിൽ നാരങ്ങ ഉപയോഗിച്ചിട്ടും ഇതുണ്ടാക്കാം. നമുക്ക് രസഗുല്ല പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ വിനീഗർ ഡയറക്റ്റായിട്ട് അതിൽ ഒഴിക്കാതെ, പാലിലോട്ട് ഒഴിക്കാതെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് വിനീഗറിന് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാലിലോട്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് രസഗുല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ നാരങ്ങയാണെങ്കിൽ കൂടെ നമുക്ക് നാരങ്ങ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വിനീഗർ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കുന്നതായിരിക്കും ബെസ്റ്റ്. പാലിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് സിമ്മിലാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് സൊല്യൂഷൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചത് തന്നെ നമുക്ക് കാണാൻ പറ്റും, പാല് ഒന്ന് പിരിഞ്ഞ് വന്ന പോലെ ആവും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് അതിൻ്റെ മേലെ ഒരു തുണി വിരിച്ച് അതിലോട്ട് ഇത് ഒഴിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ഒരു അരിപ്പയുടെ മേലെ ഒരു വെള്ള തുണി ഒന്ന് വിരിച്ച് അതിലേക്ക് നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇത് നല്ല മുറുക്കി ഒന്ന് തിരിപ്പിച്ച് അതിലത്തെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കണം. ഇത് 2-3 പ്രാവശ്യം തണുത്ത വെള്ളം കൊണ്ട് കഴുകിയെടുക്കുന്നത് അതിൻ്റെ ആ പുളിപ്പ്, ഇപ്പോൾ വിനീഗർ ഒഴിച്ചതിൻ്റെ അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ പുളിപ്പും പാലിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് 1-2 പ്രാവശ്യം നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് അവസാനത്തെ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കെട്ടി ഒന്ന് തൂക്കി വെക്കണം. കാരണം തീരെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത പോലത്തെ മാവ് പോലെ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെക്കണം എന്ന് പറയുന്നത്. ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇതുപോലെ കെട്ടി വെച്ചാൽ അതിലത്തെ വെള്ളങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാർന്ന് കിട്ടും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും നല്ലൊരു മാവിൻ്റെ രൂപത്തിൽ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കത് കണ്ട കൈ കൊണ്ട് തൊട്ടാലറിയാം, കുറച്ചങ്ങനെ പൊടിഞ്ഞ പോലെ ആയി പോകുന്നത് കാണാം. ഇതിന് നമ്മൾ ഇനി നല്ലോണം അതിനെ കുഴച്ചെടുത്ത് നല്ല മയമുള്ള ഒരു മാവിൻ്റെ രീതിയിലാക്കിയെടുക്കണം. ഇപ്പം നമ്മളിതിങ്ങനെ ഉരുട്ടുമ്പോൾ ഒന്നും കൃത്യം വരില്ല, കാരണം പെരുപിരുന്നായിട്ട് പോകും. അപ്പോൾ അതിന് നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായി കുഴക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ കയ്യിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പ്രസ് ചെയ്തിട്ട് കുഴക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കല്ലുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ നമ്മൾ കുഴക്കുന്ന ഇതിലാണ് അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഇതുള്ളത്. നമ്മൾ എത്രത്തോളം നമ്മൾ കുഴച്ച് അതിൻ്റെ സോഫ്റ്റ് ആക്കി എടുക്കുന്ന അതിനനുസരിച്ചാണ് നമ്മളുടെ രസഗുല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് അമർത്തി കൊടുത്താലും മതി. കൈ കൊണ്ടാക്കിയാൽ തന്നെ മതിയാവും. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ കല്ലുകൊണ്ടാക്കുന്നതേ ഉള്ളൂ. ഇതിനെ നമ്മൾ പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കണം.
ഇതുപോലെ കൈ കൊണ്ടാക്കിയാലും മതിയാവും. നമുക്കതൊരു മാവിൻ്റെ രൂപത്തിൽ കിട്ടണം. ഒരു ബോൾസ് ആക്കാൻ പറ്റിയ പോലെ, ചപ്പാത്തി മാവ് കുഴച്ച പോലെയുള്ള മാവിൻ്റെ രൂപത്തിൽ കിട്ടണം. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് റൗണ്ടായിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുക. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനായി ഞാൻ ഇവിടെ 3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് നൂൽ പരുവമാകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് പഞ്ചസാര പാനിയാക്കി എടുത്താൽ മതി. പഞ്ചസാര പാനി തിളക്കുമ്പോഴേക്കും നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ക്രാക്സ് ഒന്നും ഇല്ലാത്ത പോലെ ബോൾസ് ആക്കി എടുക്കണം. പഞ്ചസാര പാനിയിൽ ഞാൻ കുറച്ച് ഏലക്ക ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്. ഏലക്ക സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അതുപോലെ ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷനിലാണ്. ഏകദേശം 2 ലിറ്റർ പാലിൽ എനിക്ക് 40 രസഗുല്ലയോളം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ബോൾസ് ആക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര പാനി നല്ലോണം തിളച്ചിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ രസഗുല്ല ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ആ തിളക്കുന്ന പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ അതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ രസഗുല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രസഗുല്ല റെഡി ആയിട്ടുണ്ട്. വെറും 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.